എടാ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമയ്ക്ക് പോയാലോ? ലെറ്റ്സ് ഗോ ഫോർ എ മൂവി സം ടൈം. ഈ പ്രോജക്റ്റ് തീർക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഐ നീഡ് സം ടൈം ടു ഫിനിഷ് ദിസ് പ്രോജക്റ്റ്. ഓ, നീ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ പറയാറ്? നമ്മൾ ചിലപ്പോഴൊക്കെ പുറത്ത് പോകാറുള്ളതല്ലേ? ഓ, യു ഓൾവേസ് സേ ദാറ്റ്. ബട്ട് വി സംടൈംസ് ഗോ ഔട്ട്, ഡോണ്ട് വി? അല്ല, നിങ്ങൾ രണ്ടിപ്പോൾ ഇതിനെ ഈ വഴക്ക് കൂടുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് എത്ര പ്രാവശ്യം നിങ്ങൾ ഈ സംടൈം പറയുന്നേ? ഇതിനൊരു കയ്യും കണക്കൊന്നുമില്ലേ? ആര് പറഞ്ഞു കയ്യും കണക്കും ഇല്ലാതെ പറയണേന്ന്? ഈ സംടൈമിനെ 3 അർത്ഥമുണ്ട്, അറിയോ? എങ്കിലിതേ നമ്മൾ പറയാൻ പോവാണ്. 3 അർത്ഥമുണ്ട് കേട്ടോ ഇതിന്. കേൾക്കാൻ ഒരുപോലെ തന്നെയാ, പക്ഷെ നമ്മൾ എഴുതുമ്പോഴും ഇതിന്റെ അർത്ഥത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴും വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു സംടൈം അല്ലേ, എസ് ഇല്ലാത്തൊരു സംടൈം ഒരുമിച്ച് എഴുതുന്നത്. ഇനി രണ്ടാമത്തേത് സം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ടൈം വരും, സം ടൈം എന്ന് വരും. മൂന്നാമത് പറഞ്ഞതോ സം ടൈംസ് നായി, സം ടൈംസ് ഒരു എസ് കൂടെ വരും അതിന്റെ കൂടെ. ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി ആ സംശയമൊക്കെ മാറും. പക്ഷെ എനിക്കൊരു ഉറപ്പ് തരണം, എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യണം, എവിടെയെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, നമുക്ക് ആദ്യം പറഞ്ഞ സെന്റൻസ് എടുക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി സം ടൈം. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി സം ടൈം. ഇവിടെ സം കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഒന്നുമില്ല, അതിന്റെ കൂടെ എസ്സും ഇല്ല കേട്ടോ. സം ടൈം ഒരുമിച്ച് എഴുതുന്നതാ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു മൂവിക്ക് പോയാലോ എന്നാ. അതായത് കൃത്യമായിട്ടൊരു സമയം അറിയില്ല, ഭാവിയിൽ എപ്പോഴെങ്കിലും ഏതോ ഒരു സമയത്ത്. കണ്ടോ, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി സം ടൈം. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി സം ടൈം. നമുക്ക് എപ്പോഴെങ്കിലും ഒരു മൂവിക്ക് പോയാലോ എന്നതിന്റെ അർത്ഥം. അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കൂ. അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും, കൃത്യമായൊരു സമയം പറയുന്നില്ല അല്ലെ. അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കൂ. എങ്ങനെ പറയും നമ്മൾ? കോൾ മീ സം ടൈം നെക്സ്റ്റ് വീക്ക്. കോൾ മീ സം ടൈം നെക്സ്റ്റ് വീക്ക്. നമുക്ക് എപ്പോഴെങ്കിലും ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. ലെറ്റ്സ് ഹാവ് ഡിന്നർ ടുഗെദർ സം ടൈം. ലെറ്റ്സ് ഹാവ് ഡിന്നർ ടുഗെദർ സം ടൈം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെന്റൻസുകളിൽ മുഴുവൻ ഭാവിയിൽ നമുക്കറിയാത്തൊരു സമയത്തെ കുറിച്ചാണ് അല്ലെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴെങ്കിലും കഴിക്കാം, എപ്പോഴെങ്കിലും കാണാം എന്നാ പറഞ്ഞേക്കണേ. ഇത് ഭാവിയിൽ മാത്രമല്ല ഈ സം ടൈം നമ്മൾ യൂസ് ചെയ്യണേ, ഭൂതത്തിലും നമ്മുടെ ഭൂതകാലത്തിലും നമുക്കിത് ഉപയോഗിക്കാം. അതായത് നമ്മൾ പറയാറില്ലേ, ഞാൻ ആ സിനിമ കഴിഞ്ഞ മാസം എപ്പോഴോ ആണ് കണ്ടത്, കൃത്യമായിട്ട് ഓർമ്മയില്ല, ഡേറ്റ് ഓർമ്മയില്ല, ദിവസം ഓർമ്മയില്ല. നമ്മൾ പറയാറില്ലേ എപ്പോഴോ ആണ് അത് സംഭവിച്ചത്, പ്രത്യേകിച്ച് ഓർമ്മയില്ല എന്നുള്ളൊരർത്ഥം അല്ലേ. പാസ്റ്റിൽ അത് കഴിഞ്ഞു, പക്ഷെ കൃത്യമായ സമയം ഏതാന്ന് നമുക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ മാസം എപ്പോഴോ ആണ് ആ സിനിമ കണ്ടത്. കഴിഞ്ഞ മാസം, ലാസ്റ്റ് മന്ത് എപ്പോഴോ ആണ് സിനിമ കണ്ടത്. എങ്ങനെ പറയാ? I watched that movie sometime last month. I watched ഇടിന്റെ watched past ആണ്. I watched the movie sometime last month. My phone turned off sometime yesterday evening. My phone turned off sometime yesterday evening. ഇന്നലെ വൈകുന്നേരം എപ്പോഴോ ആണ് എൻ്റെ ഫോൺ ഓഫ് ആയത്. എപ്പോഴോ ആണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എപ്പോഴോ എന്ന് പറയും, ഫ്യൂച്ചർ ആകുമ്പോൾ അതായത് ഭാവിയിലാവുമ്പോൾ എപ്പോഴെങ്കിലും എന്ന് പറയും. ഇതിന് രണ്ടിനും നമ്മൾ യൂസ് ചെയ്യുക ഈ സം ടൈം ആണ് കേട്ടോ. ഇനി അടുത്ത വില്ലനാണ് സം ടൈം. സം കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, എന്നിട്ടാണ് നമ്മൾ ടൈം എഴുതുക. സം ടൈം ഒരുമിച്ച് അല്ല അത് വരിക. ഇവിടെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ഡ്യൂറേഷൻ കാണിക്കാനാണ്, ഇത്ര സമയം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ നീഡ് സം ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്. എന്താ അത്? എനിക്ക് കുറച്ച് സമയം വേണം, ഇതേപ്പറ്റി ആലോചിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഒന്ന് പറഞ്ഞ എൻ്റെ കൂടെ, ഐ നീഡ് സം ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ, ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറ്റ് പറഞ്ഞത് കേട്ടോ. ഈ വർക്ക് കഴിയാൻ കുറച്ച് സമയം എടുക്കും. ഫ്യൂച്ചറാണേ, ഈ വർക്ക് കഴിയാൻ കുറച്ച് സമയം എടുക്കും. എങ്ങനെ പറയും? ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ഫിനിഷ് ദിസ് വർക്ക്. അല്ലെ, ഇറ്റ് വില്ല് എന്ന് പറയരുതേ, ഈ വി സൗണ്ട് വേണ്ട, ഇറ്റിൽ മതി കേട്ടോ. ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ഫിനിഷ് ദിസ് വർക്ക്. ഓക്കെ, ഈ വർക്ക് തീരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അതായത് ഫ്യൂച്ചർ, അതുകൊണ്ടാണ് വില്ല് ചേർത്തത്. ഓക്കെ, അവൻ കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നു. എങ്ങനെ പറയാം? ഇത് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ആലോചിക്കണേ. അതായത് നമ്മൾ ഈ പറയുന്ന സാധനം അതേപോലെ മലയാളം വാക്കെടുത്തിട്ട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അവൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നു. ഹി വെയിറ്റഡ്, വെരി ഗുഡ്. ഹി വെയിറ്റഡ് എവിടെയാ കാത്തുന്നേ? ഹി വെയിറ്റഡ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. വെരി ഗുഡ്, ഹി വെയിറ്റഡ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. നമ്മുടെ വില്ലൻ വരട്ടെ. ഫോർ സം ടൈം. ഹി വെയിറ്റഡ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഫോർ സം ടൈം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എനിക്ക് കുറച്ച് സമയം തരാൻ പറ്റുമോ? അല്ല പിന്നെ
എങ്ങനെ ചോദിക്കുക നിങ്ങൾക്ക്? എനിക്ക് കുറച്ച് സമയം തരാൻ പറ്റുമോ? അത് തന്നെ. ക്യാൻ യു ഗിവ് മീ സം ടൈം. വെരി ഗുഡ്. ക്യാൻ യു ഗിവ് മീ സം ടൈം. സം കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ടൈം വരുന്നത്. ക്യാൻ യു ഗിവ് മീ സം ടൈം. ഇനി ഒരാളൂടെ ബാക്കിയില്ലേ? അതാണ് സം ടൈംസ്. ഇതിൽ ആകെ എസ് വരുന്നത് ഈ മഹാന്റെ കൂടെയാണ്, സം ടൈംസിന്റെ കൂടെ. സം ടൈംസ് ഇവിടെ ഗ്യാപ്പോ ഒന്നുമില്ല കേട്ടോ. സം ടൈംസ് ഒരുമിച്ച് അങ്ങ് എഴുതുക. ഈ സം ടൈംസ് ആണ് ചിലപ്പോഴൊക്കെ, ഇടയ്ക്കൊക്കെ എന്ന് നമ്മൾ പറയാറില്ലേ. അതായത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോഫി കുടിക്കാറുണ്ട്. അതായത് ഒരു 50-50. ഇടയ്ക്ക് കുടിക്കും, ഇടയ്ക്ക് കുടിക്കില്ല. അപ്പോൾ ഒരു 50% നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കത് പറയാം അല്ലേ. ചിലപ്പോഴൊക്കെ ഞാൻ ബ്ലാക്ക് കോഫി കുടിക്കാറുണ്ട്, അല്ലെ ഇടയ്ക്കൊക്കെ ഞാൻ ബ്ലാക്ക് കോഫി കുടിക്കാറുണ്ട്. ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ, ബ്ലാക്ക് കോഫി ഉണ്ട്. അങ്ങനെ പറയണ്ടേ? സം ടൈമാണോ, സം കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ടൈമാണോ, അപ്പോൾ സം ടൈംസ് ആണോ? ഇടയ്ക്കൊക്കെ സം ടൈംസ്. ഇങ്ങനെ പറയേണ്ടപ്പോൾ സം ടൈംസ് ഐ ഡ്രിങ്ക് ബ്ലാക്ക് കോഫി. വെരി ഗുഡ്. സം ടൈംസ് ഐ ഡ്രിങ്ക് ബ്ലാക്ക് കോഫി. സം ടൈംസ് ഐ ഡ്രിങ്ക് ബ്ലാക്ക് കോഫി. അവൾ ചിലപ്പോഴൊക്കെ രാത്രി എന്നെ വിളിക്കാറുണ്ട്, അല്ലെ അവൾ ഇടയ്ക്കൊക്കെ എന്നെ രാത്രി വിളിക്കാറുണ്ട്. എങ്ങനെയാ പറയാ? നിങ്ങൾ എന്നെ പറഞ്ഞേ. ഷീ. വെരി ഗുഡ്. ഷീ സം ടൈംസ്. കോൾസ് ആണോ കോൾ ആണോ? ഷീ ആയാൽ എന്താ വരിക? അത് തന്നെ കോൾസ്. അപ്പൊ എങ്ങനെയാ വരണ്ടേ? ഷീ സം ടൈംസ് കോൾസ് മീ എന്നെ. എപ്പോ? അറ്റ് നൈറ്റ്. അറ്റ് നൈറ്റ്. ഓക്കെ, ഇൻ നൈറ്റ് അല്ല കേട്ടോ, ഇൻ ദ നൈറ്റ് അല്ല, അറ്റ് നൈറ്റ്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ചെയ്യാം കേട്ടോ. എപ്പോഴൊക്കെയാണ് അറ്റ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ഇന്ന് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. ചിലപ്പോഴൊക്കെ രാവിലെ മഴ പെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ രാവിലെ മഴ പെയ്യാറുണ്ട്. എങ്ങനെ പറയണ്ടേ? സംടൈംസ് ഇറ്റ് ആയതുകൊണ്ട് എന്ത് വരും? സംടൈംസ് ഇറ്റ് റെയിൻസ്. എപ്പോഴാ? രാവിലെ. ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. നേരത്തെ നമ്മൾ അറ്റ് നൈറ്റ് പറഞ്ഞു, ഇത് ഇൻ ദ മോർണിംഗ്. ഓക്കെ, സംടൈംസ് ഇറ്റ് റെയിൻസ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ സം ടൈം, ഗ്യാപ്പില്ലാത്ത സം ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴോ, പണ്ടെപ്പോഴോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും. കൃത്യമായിട്ട് നമുക്കറിയില്ല സമയം അല്ലേ. എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതോ ഒരു സമയത്ത്. അതിനാണ് നമ്മൾ സം ടൈം പറയുന്നത്. ഇനി സം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ടൈം ആണെങ്കിൽ എഴുതുന്ന പോലെ തന്നെ സം, കുറച്ച് ടൈം, സമയം, കുറച്ച് സമയം, ഡ്യൂറേഷൻ കാണിക്കാൻ. ഇനി സം ടൈംസ് ആണെങ്കിലോ നമ്മൾ പറഞ്ഞ ഇടയ്ക്കൊക്കെ, ചിലപ്പോഴൊക്കെ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. ദേ ഉറപ്പിക്കാവോ ഞാൻ ഈ പറയുന്നതൊക്കെ എവിടെയെങ്കിലും കുറിച്ച് വെക്കുന്നുണ്ടെന്ന്? നിങ്ങൾ ഈ മീനിങ്, അതായത് സെന്റൻസ് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ മീനിങ് അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസം ഒക്കെ എവിടെയെങ്കിലും ഒന്ന് ചുമ്മാ കുറിച്ചിടണം കേട്ടോ. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാ പറയാ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് 3 സെന്റൻസുകൾ വേഗം വന്നിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ.